പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഇവിടെ നോക്കിയറിയാം R1 പ്രീവിയസ് ഡേ ഹൈ അതടിച്ചു, അത് ഇറങ്ങി, അതിനുശേഷം ഇറങ്ങി, പിന്നെ വൺ സൈഡ് ഇറക്കുവാൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, R2 അടിച്ചതിന് ശേഷം ഇറങ്ങി, അതിനുശേഷം രണ്ടാം പ്രാവശ്യം ഒരു ചെറിയ ഹൈ അടിച്ചിട്ട് വീണ്ടും ആ ഒരു R2 അല്ല പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. രണ്ടാം പ്രാവശ്യം അടുത്ത ലെവലിൽ പോകാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അതുപോലെ ഇവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിക്കകത്ത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി വീക്കായിട്ട് തന്നെ കിടക്കുമായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് വന്നു. ഇവിടെ ഓപ്പണിംഗ് വന്നിട്ട് അത് ജസ്റ്റ് ഇവിടെ CPRൻ്റെ ഹയർ ലെവലിലോട്ടൊന്ന് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും തിരിച്ച് താഴോട്ട് തന്നെ വന്നു. ബാങ്ക് നിഫ്റ്റിയാണ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നിഫ്റ്റി 25,141, ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി വന്നിട്ട് 0.15 പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും ചാൻസ് ഉണ്ട് 25,430, 450. പക്ഷേ ഈ നിരങ്ങിയുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ കുഴപ്പം പ്രീമിയം മെൽറ്റായി പോകും. കോളിനും പുട്ടിനും ഫോൺ എടുക്കുന്നവർക്കും പുട്ടെടുക്കുന്നവർക്കും വലിയൊരു ബെനിഫിറ്റ് കിട്ടത്തില്ല. ഇടയ്ക്കൊരു ചെറിയ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടും. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഇത്രയും മൂവ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് കളയും. അതുകൊണ്ട് അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്തായാലും പതുക്കെ ആണെങ്കിലും ചിലപ്പോൾ 25, 400, 500 രൂപയ്ക്കോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, കൂടുതലും ചാൻസ് താഴോട്ടാണ്. പക്ഷേ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവൽ 6 വരെയാണ് നിഫ്റ്റിയിൽ. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. പല ഷെയറിനകത്തും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് സ്റ്റോക്കിനകത്തൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഡിഫൻസ് സ്റ്റോക്ക്, അതുപോലെ NSEയുടെ ഇപ്പം എഫ് ആൻഡ് എടുത്ത് നോക്കിയാൽ ഇതെന്തോ ബാഡ് ന്യൂസിൽ IX ഇറങ്ങിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റിനകത്തും എന്തോ ഒരു ബാഡ് ന്യൂസ്, MCX, എല്ലാത്തിനകത്തും സെല്ലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ പറ്റി വലിയ ഇത് പറയാനില്ല. നേരത്തെ ഇന്നും പറയുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ ഇതായിരുന്നു. ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ് എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയതിനു ശേഷം R1 മുകളിൽ പോയി, R2 പോയിട്ടില്ല. R2 പോകാതെ ഇവിടെ ഇറങ്ങി, R1 താഴോട്ടിറങ്ങി, 602 താഴോട്ടിറങ്ങി 596. പക്ഷെ തിരിച്ച് വീണ്ടും കയറി പോയി വീണ്ടും ഇറങ്ങി, ഹൈ അടിക്കുന്നില്ല. ഇവിടുന്ന് 602 നമുക്ക് 590 വരെ വലിയ മൂവ്മെൻറ്റ് ഇടുന്നില്ല. 12 രൂപ കിട്ടുന്നുണ്ട്. എന്നാലും 2 പ്രാവശ്യം തരുന്നുണ്ട്. ഇവിടെയും തരുന്നുണ്ട്, ഇവിടെയും തരുന്നുണ്ട്. GPLനകത്ത് ചെറിയ ഇതാണെന്ന്. പക്ഷേ എങ്കിൽ ഇത് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചവർക്ക് ഇത് കണ്ടില്ലേ, പ്രൊഡിക്റ്റീവ് ചാനൽ ഹൈയിൽ കയറി ഇറങ്ങി. ഞാനിവിടെ എൻട്രി എടുത്തായിരുന്നു. ഇവിടുന്ന് അത് 342 എന്നത് 326 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, BPL ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു, ഇല്ല. നാഹർ ക്യാപിറ്റൽ അതുമില്ല. ജിന്താൽ എന്ന് പറയുന്ന ഷെയറിനകത്തും ചാൻസ് ഇല്ല. അനുരസ് എന്ന് പറയുന്ന ഷെയറിനകത്ത് ഏകദേശം അടുത്ത് 1100 എന്നുള്ള റേഞ്ചിലോട്ട് പോയിട്ട് ഇത് ഇവിടം പറയണം. പക്ഷേ അതിനുശേഷം അത് ഹൈ അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. ഡാറ്റ പാറ്റേൺ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഡാറ്റ പാറ്റേൺ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. 3135 എന്നത് 2961 വരെ വൺ സൈഡ് മൂവ്മെൻറ്റ് കൊടുത്തു. ITDC സിമെൻറ്റ് വന്നിട്ട് അതിനകത്ത് ചാൻസ് ഇല്ല. പക്ഷെങ്കിൽ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സ്ഥിരം പറയുന്ന രീതിയിൽ ചാൻസ് ഇല്ലാന്നേ ഉള്ളൂ. എയറോളത്തിന് അതില്ല. ആദം വാൽവിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ
പ്രീവിയസ് ഡേ ഹൈ R1 പോയിട്ടില്ല. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി 122 എന്നത് 114 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പം നമ്മൾ എത്ര 13 ഷെയർ കണ്ട് എടുത്തത്, അതിലൊരു 6 ഷെയറോളം നമുക്ക് നല്ല ചാൻസ് ഇതുണ്ടല്ലേ. R1 പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ പോയി R1 R2 അടിച്ചിട്ട് ഇറങ്ങി 467 എന്നത് 437 വരെ വന്നു. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അത്. എനിക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടിയായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ ഷെയർസിനെ പറ്റിയുള്ളത്. നമുക്ക് നാളത്തെ ഷെയറുകൾ നോക്കാം. നാളെ നിഫ്റ്റിയുടെ ഇത് തെറ്റാണ്. 0.15 പ്ലസ്സിലായിരുന്നു നിഫ്റ്റി. നിഫ്റ്റി പ്ലസിലും ബാങ്ക് നിഫ്റ്റി മൈനസിലുമായിരുന്നു. ഇതിനകത്ത് നമുക്ക് നാളെ ഈ വോക്കാട്ട് ഫാർമയ്ക്കകത്ത് നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. എൻ്റെ ഇപ്പോൾ കണ്ടില്ല R1 R2 എന്ന് പറയുന്ന ലെവൽ ഒത്തിരി ഹൈ ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഈ ലെവലൊക്കെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇൻഡെസിപ്റ്റ് ലാബിനകത്തും R1 റേഞ്ചൊക്കെ നോക്കുക. R1 റേഞ്ച് പ്രീവിയസ് ഡേ ഹൈ, ദാനി സർവീസ് R1 റേഞ്ചിനകത്ത്, എക്സിക്കോമിനകത്ത് അതും R1 ചാൻസ് നോക്കുക. VIP ഇൻഡസ്ട്രീസ് കുറച്ച് നാളത്തെ ഡൗൺ ട്രെൻഡിന് ശേഷം അത് അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നാലും ഒരു ദിവസത്തിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ റേഞ്ച് ചെയ്യുന്ന പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്നൊക്കെ ചാൻസ് തരാം. RTN ഇന്ത്യ 70-71 റേഞ്ച്, ബ്ലിസ് GBSും ഹൈയ R1 റേഞ്ച് എന്ന് പ്രതീക്ഷിക്കാം. GM ബ്രൂ ഇതിൻ്റെ ആവറേജ് വന്നിട്ട് ഈ ഷെയർ ഇവിടുത്തെ ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ 832 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ട നമുക്ക് ചാൻസ് എടുക്കാം. 32 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നതിനുള്ള ചാൻസ് എടുക്കാം. അതല്ല ഷെയർ ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ, ഡൗൺ എന്ന് പറഞ്ഞാൽ 90 താഴെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 800 810 വരെ വന്നിട്ട് തിരിച്ചിറങ്ങാനും മതി. അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നല്ല ഇത് 10% അപ്പർ സർക്കിട്ടാണ്. അപ്പോൾ R1 R2 റേഞ്ച് നോക്കുക. DayWhite എന്ന് പറയുന്ന ഷെയർ അതും ഹൈ അടിച്ചിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. ഈ RTN പവർ നല്ല ഹെവി മൂവ്മെൻ്റ് ആണ്. R1 റേഞ്ച് ചെറിയ ഷെയറാണ്, പക്ഷേങ്കിൽ അത് നോക്കി ചെയ്താൽ മതി. ഓയിൽ ഇന്ത്യ R1 ഇത്രയും റേഞ്ച് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു 500 റേഞ്ചിലോട്ട് ചിലപ്പോൾ പോകാം. നാളെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ച് ചെയ്യുക. ഈ ക്യാമലിൻ ഫൈൻ ഹൈ അടിച്ചിട്ട് ഇറങ്ങാനൊരു ചാൻസ് കാണുന്നുണ്ട്. കെയർ റേറ്റിങ്ങും 2000-ന് മുകളിൽ പോയിട്ട് ഈ 1988 താഴോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിയേക്കാം. ഇൻഡൈൻ എന്ന് പറയുന്ന ഷെയർ ഹൈ R1 ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് താഴോട്ട്, ഈ 2 റേഞ്ചും കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടും. GVTND എന്ന് പറയുന്ന ഷെയർ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി 2500 മുകളിൽ പോകുകയാണെങ്കിൽ നല്ലൊരു ചാൻസ്. അതല്ല ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വോക്കാട്ട് ഫാർമ, ഇൻഡൈ എന്ന് പറയുന്ന ഷെയർ, പിന്നെ ഈ വോക്കാട്ട് ഫാർമ, പിന്നെ ഈ ക്യാമലിൻ ഫൈൻ എന്ന് പറയുന്ന ഷെയർ, ഈ 3 ഷെയർ കൂടുതലും ശ്രദ്ധിക്കുക. അതിനകത്തൊക്കെ ചാൻസ് പെട്ടെന്ന് ചിലപ്പോൾ കിട്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.